പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. എക്കണോമിക്സ്, കൊമേഴ്സ്, മാത്തമാറ്റിക്കൽ സയൻസ് ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥി, സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. വാട്ട് ഈസ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ? എ സീരീസ് ഈസ് സെറ്റ് ടു ബി അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. Its terms continuously increase or decrease by a constant number. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സീരീസ് ഓഫ് നമ്പർ അത് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യും. ഒരു കോൺസ്റ്റൻറ്റ് നമ്പർ ആയിരിക്കും ആ സീരീസിനിടയിൽ ഓരോ സംഖ്യകൾക്കിടയിലുള്ള ഡിഫറൻസ് ഉണ്ടായിരിക്കാം. ആ കോൺസ്റ്റൻറ്റ് നമ്പർ ആഡ് ചെയ്തിട്ടാണ് പോവുക. ഒരു ഉദാഹരണമായിട്ട് നമ്മൾ എടുക്കുക 1, 2, 3. ദിസ് എ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ഇനി 3, 6, 9. അപ്പോൾ ഇവിടെ കൂടുന്ന എത്ര? 3. ഇവിടെ കൂടുന്ന എത്ര? 3. ഇനി അടുത്ത് 12. ഇതിനെ നമ്മൾ എന്ത് പറയുക? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയാം. ഇറ്റ് ഈസ് എ സീരീസ് ഇൻ വിച്ച് ഈച്ച് ടേം ഈസ് ഒബ്റ്റൈൻഡ് ബൈ ആഡിങ് ഓർ ഡിഡക്റ്റിംഗ് എ കോൺസ്റ്റൻറ്റ് നമ്പർ ടു ദ പ്രൊസീഡിങ് ടേം. ഇതിൽ ഈ സീരീസിൽ എന്ത് ചെയ്യാണ്? ഈ സീരീസിൽ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള നമ്പർ ആഡ് ചെയ്യുകയോ ഡിഡക്റ്റ് ചെയ്യുകയോ ചെയ്യുന്നത് ഒരു പ്രൊസീഡിങ് ടേമായിട്ട്. ഒരു ഉദാഹരണമായിട്ട് നമ്മൾ എടുക്കുകയാണ് -1, -2, -3. ഇവിടെ എന്ത് ചെയ്യണം? ഓരോ ഒന്നിങ്ങനെ കുറച്ച് വരികയാണ്. ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഡിഡക്റ്റ് ചെയ്യുകയോ പ്രൊസീഡ് മുന്നത്തെ ഇതിലേക്ക് എന്ത് ചെയ്തു? -1ലേക്ക് 1 കുറച്ചു, വീണ്ടും 1 കുറച്ചു, അങ്ങനെ കുറച്ച് വരികയാണ് ഇവിടെ ചെയ്യുന്നത്. ഡിഡക്റ്റ് ചെയ്യുകയോ ആഡ് ചെയ്യുകയാണ് ഇതിലുണ്ടായിരിക്കാം. ദ കോൺസ്റ്റൻറ്റ് നമ്പർ ഈസ് കാൾഡ് കോമൺ ഡിഫറൻസ്. ഈ കോൺസ്റ്റൻറ്റ് നമ്പർ നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് പറയും. അതിനെ നമ്മൾ സൂചിപ്പിക്കുക D എന്നാണ്. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 ടേം ഓഫ് ദ സീരീസ്. ഒരു സീരീസിലെ 2 ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെക്കൻഡ് ടേം ആൻഡ് ഫസ്റ്റ് ടേം, തേർഡ് ടേം ആൻഡ് സെക്കൻഡ് ടേം, സോ ഓൺ. ദ ഫസ്റ്റ് ടേം ഓഫ് എൻ AP യൂഷ്വലി ഡിനോട്ടഡ് ബൈ എ. ഫസ്റ്റ് ടേമിനെ നമ്മൾ എ എന്ന് പറയും. വൺ ജനറൽ ഫോം ഓഫ് AP ഈസ് എ പ്ലസ് ഡി. ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു, A+2D, A+3D, ഇങ്ങനെ ആയിരിക്കും. ഇവിടെ നോക്കുക, ഒരു സീരീസ്. ഈ സീരീസിൽ 1, 3 തമ്മിലുള്ള ഡിഫറൻസ് എത്ര? 2 ആണ്. അതിനെ നമ്മൾ D എന്ന് പറയും. അതിനാണ് നമ്മൾ കോമൺ ഡിഫറൻസ്. എല്ലാ സീരീസിലുള്ള എല്ലാ സംഖ്യകളുടെ ഇടയിലുള്ള വ്യത്യാസം എത്രയാണ്? 2 ആണ്. അതിനെ നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് പറയും. ഈ ഫസ്റ്റുള്ള ഒന്നിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഫസ്റ്റ് ടേം എന്ന് പറയും. അതിനെ A എന്ന് നമ്മൾ പറയും. ഇനി ജനറൽ ടേം ഓഫ് AP ഓർ nth ടേം, നമ്മൾ ഒരു സീരീസ് നിന്ന് അതിലെ ഇത്രാമത്തെ ടേം എത്രയെന്ന് കണ്ടുപിടിക്കാൻ ചോദിക്കുകയാണ്. എ എന്ന് പറയുന്നത് ഈ സീരീസിൽ എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമും D എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസുമാണെങ്കിൽ ഓഫ് AP ആണെങ്കിൽ AN is equal to A+n-1 into D. ഓക്കെ, നമ്മൾ 20ാമത്തെ ടേമാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ A20 is equal to A+ ഫസ്റ്റ് ടേം ഇൻറ്റു 20-1 ഇൻറ്റു കോമൺ ഡിഫറൻസ്. ഓക്കെ, D. ഇങ്ങനെയാണ് ഇത് ചെയ്യാറുള്ളത്. ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. N ഈസ് ദ നമ്പർ ഓഫ് ടേം ഇൻ ദ സീരീസ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 12th ടേം കാണാനാണ് പറഞ്ഞത്. 12th ടേം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് 6, 2, -2 ഇതിലെ 12th ടേം. അപ്പോൾ N എന്ന് പറയുന്നത് 12 ആണ്. A എന്ന് പറയുന്നത് 6 ആണ്. കോമൺ ഡിഫറൻസ് എത്ര? 6ഉം 6ഉം 2 നമ്മുടെ വ്യത്യാസം എത്ര? -4 ആണ്. D എത്ര? -4, A 6, N 12. ദെൻ A12 is equal to A into 12 - 1 into D. A നമ്മൾ 6 കൊടുത്തു. 12 - 1 എത്ര? 11. 11 ഇൻറ്റു 4 -44, 44 + 6 എത്ര ആയിരിക്കും? +6 നമുക്ക് കിട്ടുക -38. ഇതിൽ -38 ആണ് ഇതിലെ 12ാമത്തെ ടേം എന്നുള്ളത്. ചെയ്തത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്ന സീരീസ് എന്ന് പറയുന്നത് 6, 2, -2. ഇതിലെ ഫസ്റ്റ് ടേം 6, ഇതിലെ കോമൺ ഡിഫറൻസ് 6ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം -4 ആണ്. -4 ഇങ്ങനെ കുറഞ്ഞ് വരികയാണ്. അപ്പോൾ ഇവിടുന്ന് 12th ടേമാണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ A12 is equal to A+6 ഇൻ പ്ലസ് 12 - 1 11 ഇൻറ്റു -4 കോമൺ ഡിഫറൻസ്. അപ്പോൾ 6 -44, 11 ഇൻറ്റു -4 -44, അതിന് നമുക്ക് -38 എന്ന് കിട്ടും. വിച്ച് ടേം ഓഫ് ദ AP 21, 18, 15 ഈസ് -81? ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് ഏതോ ഒരു സീരീസിലെ സംഖ്യ തന്നിട്ടുണ്ട്. അത് എത്രാമത്തതാണ് എന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ AN തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് N എത്രയെന്ന് നമുക്കറിയില്ല.
അത് നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന സീരീസിൽ 21, 18, 15. അപ്പോൾ എ എന്ന് പറയുന്നത് 21 ആണ്. കോമൺ ഡിഫറൻസ് എത്ര? 21ഉം 18ഉം തമ്മിൽ -3 ഇവിടെ കുറയ്ക്കാം. അപ്പോൾ എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ടി, എ എൻ -81 നമുക്ക് തന്നിട്ടുണ്ട്. ഇനി 21 എന്ന് കൊടുക്കുക, എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു -3. എന്തോടാ ഡി നമുക്ക് തന്നിട്ട് എൻ നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? -81 ഈക്വൽ ടു 21 -3 ഇൻറ്റു എൻ -3n -1 ഇൻറ്റു 3 + 3. അത് നമ്മൾ ചെയ്യുമ്പോൾ ഈ -31 ഇങ്ങോട്ട് കൊണ്ടുവരിക, -81 ഇങ്ങോട്ട് കൊണ്ടുവരിക. 21 + 3 + 81 നമുക്ക് ഇടുക 105 എന്ന് കിട്ടും. 81 ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഈ -31 ഇങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ 3n എന്ന് പറയുന്നത് 105 ആണ്. n = 105 ഡിവൈഡഡ് ബൈ 3 = n = 35 എന്ന് നമുക്ക് ലഭിക്കും. Therefore 35th term is 81. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇഫ് ദ തേർഡ് ടേം ഈസ് 5, 6th term is 8, ഫൈൻഡ് ദ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അപ്പോൾ A3 നമുക്ക് 5 തന്നിന്. A3 = A + 3 - 1 ഇൻറ്റു ഡി. നമുക്ക് ടിയും എയും തന്നിട്ടില്ല. അപ്പോൾ A3 നമുക്ക് എത്ര തന്നത്? 5 ആണ്. 5 = A + 2d. നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് എടുക്കുക. 6th term തന്നെ നമുക്ക് എന്താണ് ഇവിടെ 8 എന്ന് തന്നിന്. അപ്പോൾ ആൾസോ 6th term is 8 എന്ന് തന്നിട്ടുണ്ട്. ദെൻ A6 = A + 6 - 1 ഇൻറ്റു ഡി. അതിൽ നമ്മൾ ഇവിടെയാണ് കേട്ടോ, ഇതാണ് 2, ഇങ്ങോട്ടുള്ളതാണ്. A + 8 = A6, 6th term 8 എന്നതിന് 8 = A + 5d. എന്നിട്ട് എന്ത് ചെയ്യുക? രണ്ടാമത്തെ ഇക്വേഷൻ ഒന്നാമത്തെ ഇക്വേഷൻ കുറക്കുക. ഇവിടെ രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്, രണ്ടാമത്തെ ഇക്വേഷൻ ഇതാണ്, ഒന്നാമത്തെ ഇക്വേഷൻ ഇതാണ്. ഇതിൽ നിന്ന് ഒന്നാമത്തെ ഇക്വേഷൻ കുറക്കുക. അപ്പോൾ 8 5 കുറച്ചാൽ 3, എയും എയും വെട്ടിപ്പോയാൽ 0, പിന്നെ 5d 2d കുറച്ചാൽ 3d. 3 = 3d. ദെൻ d = 3/3. d = കോമൺ ഡിഫറൻസ് എത്ര? 1 എന്ന് കിട്ടി. നമുക്ക് 1 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ കോമൺ ഡിഫറൻസ് 1 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ 1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 5 ഇവിടെ 5 = A + 2d. d എത്ര നമുക്ക് തന്നത്? 1, 2 × 1. ദെൻ 5 = A + 2. ദെൻ ഈ 5 - 2 = A. A = 3. A = 3 എന്ന് നമുക്ക് കിട്ടും. A = 3. A = 3 ആണെങ്കിൽ നൗ വി ഗോട്ട് ദ ഫസ്റ്റ് ടേം ഓഫ് ദ സീരീസ്. ഫസ്റ്റ് ടേം 3 എന്ന് കിട്ടി. കോമൺ ഡിഫറൻസ് നമുക്ക് 1 എന്ന് കിട്ടിയിട്ടുണ്ട്. അതിന് സീക്വൻസ് എന്തായിരിക്കും? 3, 4, 5. ഓക്കെ, ഇങ്ങനെയാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്. ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുകയാണ്. ഇതിന് ഒരു പ്രത്യേകതയായിട്ട് ഇവിടെ നമ്മൾ കരുതേണ്ടത്, നമുക്ക് തന്നത് 5th 2 ടേം തന്നിന്, 5ഉം 8ഉം. അതനുസരിച്ച് അതിൻ്റെ ഇക്വേഷന് മൂന്നാമത്തെ ടേമും 6ാമത്തെ ടേമും തന്നിന്. അതനുസരിച്ച് അതിൻ്റെ 2 ഇക്വേഷൻ നമ്മൾ കാണുന്നു. എന്നിട്ടാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി സം ഓഫ് n ടേംസ് ഓഫ് NAP. ലെറ്റ് Sn ഡിനോട്ട്സ് സം ഓഫ് n ടേംസ്. ഇത്ര ടേമിൻ്റെ സം എത്ര തന്നിരിക്കുന്ന സീരീസിൻ്റെ സം എത്രയെന്നാണ് നമ്മൾ കാണുന്നത്. 6 ടേം എന്ന് അതിൻ്റെ സം എത്ര? ഓക്കെ, വൂസ് ഫസ്റ്റ് ടേം ഇസ് A, കോമൺ ഡിഫറൻസ് d. ദെൻ Sn = n/2 ഇൻറ്റു 2A + n - 1 ഇൻറ്റു d. ഇതാണ് ഇക്വേഷൻ. n എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ടേം എന്നുള്ളത്. A എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, d എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ഡിഫറൻസ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് 1, 4, 7, 10. ഇതിൽ 20ാമത്തെ ടേം, 20 ടേമിൻ്റെ ആദ്യത്തെ 20 ടേമിൻ്റെ സം എത്രയാണ്? അപ്പോൾ നമുക്ക് Sn ആണ് കാണേണ്ടത്. n എത്ര? 20. അപ്പോൾ 20 / 2. ഇനി A എത്ര? 2A ആണ്. A എത്ര നമുക്ക് തന്നത്? 1. ആ 1 കൊടുത്ത് 2 × 1 + 20 - 1. 20 ആണ് ഇവിടെ. n - 1 ആണല്ലേ? n - 1 ആണ്. 20 - 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്ര? 1 4 തമ്മിലുള്ള വ്യത്യാസം 3 ആണ്. ആ 3 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ 20 - 2 10 എന്ന് കിട്ടും. 2 × 1 2 2 + 19 × 3 19 × 3 57 എന്ന് കിട്ടും. 57 + 2 59. 10 × 59 590. ആദ്യത്തെ 20 ടേമിൻ്റെ ടോട്ടൽ എത്ര? 590 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അരിത്തമെറ്റിക് മീൻ. നമുക്ക് തന്നിരിക്കുന്നത് ഗിവൻ 2 നമ്പേഴ്സ് A and B. വി ക്യാൻ ഇൻസേർട്ട് എ നമ്പർ A ബിറ്റ്വീൻ ദം. എയും ബിയും തന്നിന്, അതിനിടയിൽ ഒരു A എന്നുള്ള ടേമാണ് ആഡ് ചെയ്തത്. ഈസ് എൻ APക്കിടയിൽ APക്കിടയിൽ സച്ച് ദാറ്റ് അതൊരു API മാറും. ദ നമ്പർ A ഈസ് കോൾഡ് അരിത്തമെറ്റിക് മീൻ ഓഫ് ദ നമ്പേഴ്സ് A and B. ഈ A എന്ന് പറയുന്ന നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ A എന്നുള്ളത് എന്താണ്? അതിൻ്റെ അരിത്തമെറ്റിക് മീനാണ് എൻ്റെയും ബിൻ്റെയും. വി ക്യാൻ ഇൻസേർട്ട് ആസ് മെനി നമ്പേഴ്സ് വി ലൈക്ക് ബിറ്റ്വീൻ ദം. ഇതിനിടയിൽ നമുക്ക് എന്ത് ചെയ്യാം?
കുറച്ച് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ തന്നിരിക്കുന്നത് നമ്മൾ നോക്കാം. ഫൈൻഡ് അരിത്തമെറ്റിക് മീൻ ബിറ്റ്വീൻ 2 and 6. 2 and 6ൻ്റെ അരിത്തമെറ്റിക് മീൻ കാണണം. അപ്പോൾ നമുക്ക് അരിത്തമെറ്റിക് മീൻ ബിറ്റ്വീൻ ആദ്യം അരിത്തമെറ്റിക് മീൻ കാണണം 2 and 6. അതിൻ്റെ അരിത്തമെറ്റിക് മീൻ എത്ര? 4 ആണ്. നോക്കാം 2 and 6, 2 + 6 / 2 അരിത്തമെറ്റിക് മീൻ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് 4 എന്ന് കിട്ടി. ദെൻ ദ AP ഈസ് 2, 4, 6. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഇൻസേർട്ട് അരിത്തമെറ്റിക് മീൻ ബിറ്റ്വീൻ 5 and 20. 5ഉം 20നും ഇടയിലുള്ള 4 അരിത്തമെറ്റിക് മീൻ. അപ്പോൾ നമുക്ക് എത്ര? 4 ഇതിൻ്റെ ഇടയിൽ ഇൻസേർട്ട് ചെയ്യണം. പിന്നെ 5ഉം 20 ഉണ്ട്. അപ്പോൾ n എത്ര? 6. എങ്ങനെ n 6 ആയത്? 5, 20 എന്നുള്ള 2 സംഖ്യ തന്നെ അതിനിടയിൽ 4 ഇൻസേർട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ 4 ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് A6 തന്നിട്ട് A6 = A + 5D. ദെൻ 20 = 5 + 5D എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അത് നമ്മൾ A6 ആറാമത്തതാണ് നമുക്ക് തന്നത് അല്ലേ? ആറാമത്തത് ആണ് നമുക്ക് 20. ഓക്കെ, അങ്ങനെയാണെങ്കിൽ A6 = A + 5D. 20 ആണ് ആറാമത്തത്. 20 = 5 + 5D. 5D = 20 - 5. ദെൻ 15. ദെൻ D = 50 - 5. 3 എന്നിട്ട് വി ഗെറ്റ്. നമുക്കത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ A1 എന്ന് പറയുന്നത് എന്തായിരിക്കും? A + D. എയും ഡിയും ആഡ് ചെയ്ത് എ എന്ന് പറയുന്നത് നമുക്ക് 5 എന്ന് തന്നിട്ടുണ്ട്. ഡി യിലേക്ക് അത് 8 എന്ന് കിട്ടും. A2 എന്ന് പറയുന്നത് A + 2D. 5 + 6 11 ആഡ് ചെയ്തു. ഇനി A + 3D 5 + 9 14. A + 4D 5 + 12 17. ദെൻ നമ്മൾ അരിത്തമെറ്റിക് മീൻ എത്ര? 8, 11, 14, 17. ദെൻ 2 സംഖ്യകൾക്ക് ഇടയിലുള്ള വ്യത്യാസമാണ്. ഇതാണല്ലോ ആഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ 5, 8, 11, 14, 17, 20 എന്നുള്ള രീതിയിലായിരിക്കും സീരീസ് ഉണ്ടായിരിക്കുക. ഇതോടുകൂടി നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.